അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ, ഇനി നമ്മൾ അടിപൊളി നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നെയ്യപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര പണിയുള്ള കാര്യമാണ് എല്ലാവരും വിചാരം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. എന്നാൽ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, പിന്നെ അരി കുതിർത്ത് വെച്ചതാണ്. ഒരു 4 ഗ്ലാസ് അരിക്ക് ഒരു 1/4 ഗ്ലാസ് പുഴുങ്ങലരി കൂടി ചേർത്തിട്ടാണ് ഞാൻ കുതിർത്തി വെച്ചത്. ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഏലക്കപ്പൊടി, പിന്നെ വെല്ലം ഉരുക്കി വെച്ചതാണ്. നിങ്ങൾക്ക് നല്ല കറുത്ത വെല്ലം കിട്ടുകയാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വെളുത്ത വെല്ലം കിട്ടുക. ഇതിപ്പോൾ വെളുത്ത വെല്ലാട്ടോ ഉരുക്കി വെച്ചിരിക്കുന്നത്. ഇനി കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ നമ്മളെ ഇഡ്ഡലീൻ്റെ പരുവത്തിന് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അത് ഈ അരിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്താൽ മതി. കേട്ടില്ലേ, ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം, ചെറിയ തരിയോട് കൂടിയിട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ബാക്കിയുള്ള അരി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതേപോലെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ പഴം, നമ്മൾ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം ഒരു 1-2 ഇട്ടാൽ മതി. പിന്നെ ഈ റോബസ്റ്റ് പഴമാണെങ്കിൽ ഇത് വലിയ പഴം ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് തൊട്ട് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ അരി അരച്ചത് ചെറിയൊരു തരിയോട് കൂടിയാണ് കേട്ടോ. നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ അല്ലേ, ആ ഒരു പാകത്തിന് നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അരിക്ക് ഇതേപോലെ ഒരു പാക്കറ്റ് വെല്ലം പാകമായിരിക്കും, പാകത്തിന് മധുരം. ഇനി മധുരം കൂടുതലുള്ളതും കുറവുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ 4 ഗ്ലാസ് അരി ഞാൻ അരച്ചെടുത്തു. 1 കിലോ വെല്ലമാണ് ഉപയോഗിച്ചത്. ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരമുള്ള എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ കരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം കറുത്ത എള്ളുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെളുത്ത എള്ളാണ്, കറുത്ത എള്ള് കിട്ടിയില്ല, അപ്പോൾ വെളുത്ത എള്ള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം. സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ പൊടിച്ച് കലക്കി വെക്കുന്നതുകൊണ്ട് അത് ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കലക്കി വെക്കും. ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അതൊന്നും വേണ്ട, നമുക്ക് അരച്ച് അപ്പം തന്നെ നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നത് ബാച്ചിലേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. ബാച്ചിലേഴ്സിന് പെട്ടെന്ന് അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതുണ്ടല്ലേ, ഇപ്പോൾ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തവി കൊണ്ട്, ഫുൾ തവിയല്ല, ഒരു 1/4 തവി മാവ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. തീ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം ഉള്ളു വേവാതിരിക്കുകയില്ല അങ്ങനെ ആകുമ്പോൾ. ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരുന്നിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടൊന്ന് മറുവശം കൂടി ചെയ്ത് കൊടുക്കുക, തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ, അപ്പോൾ നമ്മളെ അടിപൊളി നല്ല നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. 1 അര മണിക്കൂർ കൊണ്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ,
നല്ല സോഫ്റ്റ് നെയ്യപ്പം കേട്ടോ, അതുണ്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.